ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വലിയ 2 തക്കാളി, അത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുകയും ഒരു മീഡിയം സൈസുള്ള ഒരു സവാള നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി ചതച്ചെടുക്കുകയും ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെക്കുക. പുതിനയില ഉണ്ടെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകും 1/2 ടേബിൾ സ്പൂണോളം വലിയ ജീരകം, 2-3 ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇത് ഈ എണ്ണയിലേക്കിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. നൈസായിട്ട് തന്നെ അരിയണം കേട്ടോ, എന്നാലുള്ള ഇതിൽ അല്ലെങ്കിൽ അത് കടിക്കും, ചോറിലിങ്ങനെ വേറിട്ട് കാണും. അപ്പോൾ നൈസായിട്ട് തന്നെ നന്നായി അരിഞ്ഞതും പിന്നെ ഈ വെളുത്തുള്ളിയും മുളകും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി തന്നെ വഴണ്ട് വരട്ടെ. ഇത് നന്നായി വഴണ്ട് വരട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു തൈരും ഇങ്ങനെ സാലഡ് ഉണ്ടല്ലോ തൈരിൻ്റെ, അതുണ്ടായാൽ തന്നെ അതും കൂട്ടി തിന്നാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് കേട്ടോ. അങ്ങനെ ഇത് നന്നായി വഴണ്ട് ഒരു മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ എണ്ണയൊക്കെ ഇങ്ങോട്ട് മുകളിൽ തെളിഞ്ഞ് വരും, നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അതുവരെ ഇളക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ അതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ സ്മെല്ല് മാറിയതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിലിട്ട് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും ഇടുക, ആവശ്യത്തിന് ഉപ്പും ചെക്ക് ചെയ്തിട്ട് ഉപ്പും ഇടുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു വിസിലടിക്കണ വരെ വേവിച്ചെടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മുന്നിട്ട് നിൽക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി എരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതടച്ച് വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു വിസിലടിക്കുമ്പോൾ അത് ഓഫാക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കണം. തൈര് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് സവാളയും കുറച്ച് ക്യാരറ്റും കുറച്ച് മുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് അത് ഇത് മാത്രം മതി ഇതിലേക്ക്, വേറെ ഒന്നിനും ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പം ചോറ് വേകുമ്പോഴത്തേന് ഇത് റെഡിയാക്കി വെക്കണം. അങ്ങനെ കുക്കറൊക്കെ വിസിലടിച്ച് അതൊക്കെ ഓഫാക്കി വെച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അത് നമ്മൾ ചോറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂട് കൊടുക്കണേ സെർവ് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടൊമാറ്റോ റൈസ് റെഡിയായി.
അങ്ങനെ നമ്മൾ തൈര് സാലഡൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.